സിനിമാ ചരിത്രത്തിലെ വിസ്മയ സംവിധായകൻ എസ് രാജമൗലിയുടെ മാസ്റ്റർ പീസ് സൃഷ്ടികളിലൊന്നായ ഈച്ച വീണ്ടും ബിഗ് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഒരുങ്ങുന്നു. കിച്ച സുദീപ്, സാമന്ത, നാനി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം റിലീസ് ചെയ്ത് വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒന്നാണ്. ഒരു സാധാരണ ഈച്ചയെ നായകനാക്കി രാജമൗലി ഒരുക്കിയ ഈ ദൃശ്യവിസ്മയം 2026 റീ റിലീസിനായി തയ്യാറെടുക്കുകയാണെന്ന ആവേശകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേവലം ഒരു പുനർപ്രകാശനം എന്നതിലുപരി അത്യാധുനികമായ 3D സാങ്കേതിക വിദ്യയുടെ കരുത്തിലാണ് ചിത്രം ഇത്തവണ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നത് ആരാധകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. രാജമൗലിയുടെ വരാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ വാരണാസിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. തെന്നിന്ത്യൻ സിനിമയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയ ഈ പരീക്ഷണ ചിത്രം പുത്തൻ സാങ്കേതികത്തിന്റെ വരവോടെ വീണ്ടും എത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുമെന്നതും സിനിമാ ലോകം വിലയിരുത്തുകയാണ്. 2012 ഈഗ എന്ന പേരിൽ തെലുങ്കിലും ഈച്ച എന്ന പേരിൽ മലയാളത്തിലും തമിഴിലും ഈ ചിത്രം പുറത്തിറങ്ങിയത്. 40 കോടി രൂപയോളം മുടക്കി നിർമ്മിച്ച ചിത്രം അക്കാലത്ത് 130 കോടിയിലധികം രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് സമാഹരിച്ചിരുന്നു. ഒരു ഈച്ചയ്ക്ക് നായക പരിവേഷം നൽകുക എന്ന അസാധ്യമായ വെല്ലുവിളിയെ ഗ്രാഫിക്സിന്റെയും CGIയുടെയും സഹായത്തോടെ അതീവ തന്മയത്തോടെയാണ് രാജമൗലി അവതരിപ്പിച്ചത്. തന്റെ കാമുകിയെ സ്വന്തമാക്കാൻ വില്ലൻ കൊലപ്പെടുത്തിയ നായകൻ ഒരു ഈച്ചയെ പുനർജനിക്കുന്നതും തുടർന്ന് വില്ലനെതിരെ നടത്തുന്ന പ്രതികാരവുമാണ് സിനിമയുടെ ഇതിവൃത്തം. സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി ചിത്രത്തിന്റെ തിരക്കഥയും അവതരണ രീതിയുമാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രശംസകൾ പിടിച്ചുപറ്റാൻ ഈ സിനിമയെ സഹായിച്ചത്. ചിത്രത്തിലെ കിച്ച സുദീപ് അവതരിപ്പിച്ച വില്ലൻ വേഷം സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. ഒരു ഈച്ചയെ പോലുള്ള ചെറിയ ജീവിയുടെ തോൽക്കുന്ന വില്ലന്റെ ഭയവും നിസ്സഹായാവസ്ഥയും സുദീപ് അതിമനോഹരമായ സ്ക്രീനിൽ പകർത്തി. വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രം 3Dയിലെത്തുമ്പോൾ അത് നൽകുന്ന ദൃശ്യാനുഭവം തികച്ചും വ്യത്യസ്തമായിരിക്കും. ഈച്ചയുടെ കണ്ണിലൂടെയുള്ള ലോകവും വായുവിലൂടെയുള്ള തന്റെ ചലനവും 3D സാങ്കേതിക വിദ്യയിൽ കാണുന്നത് പ്രേക്ഷകർക്കൊരു നവ്യാനുഭവം സമ്മാനിക്കും. രാജമൗലിയുടെ ഓരോ ചിത്രവും സാങ്കേതികമായി വളരെയധികം മുന്നിൽ നിൽക്കുന്നവയാണ് എന്നതിനാൽ ഈ പുനർപ്രകാശനം ഒരു പുതിയ സിനിമ കാണുന്ന അനുഭവമായിരിക്കുമെന്നതിൽ സംശയമില്ല. നിലവിൽ ആഗോളതലത്തിൽ RRR ഉണ്ടാക്കിയ വലിയ വിജയത്തിന് ശേഷം രാജമൗലിയിൽ നിന്നുള്ള അടുത്ത നീക്കത്തിനായി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിനിടയിലാണ് ഈച്ചയുടെ 2ാം വരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വരാനിരിക്കുന്ന വാരണാസി എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമാണെന്നും സൂചനകളുണ്ട്. മഹേഷ് ബാബുവിനെ നായകനാക്കി രാജമൗലി ഒരുക്കുന്ന വാരണാസി എന്ന ചിത്രം ഇപ്പോൾ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം വിവിധ ഭൂഖണ്ഡങ്ങളിലായി പടർന്നു കിടക്കുന്ന ഒരു സാഹസിക കഥയാണ് പറയുന്നത്. ചിത്രത്തിൽ മലയാളത്തിന്റെ പ്രിയതാരം പൃഥ്വിരാജ് സുകുമാരൻ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്ന വാർത്ത മലയാളികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. കുംഭ എന്ന കരുത്തേറ്റ വില്ലൻ കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. രാജമൗലി ചിത്രങ്ങളിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം ഈച്ചയിലെ സുദീപിലൂടെയും ബാഹുബലിയിലെ റാണ ദഗ്ഗുബാട്ടിയിലൂടെയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന്റെ വേഷവും വാരണാസിയിൽ അതീവ പ്രാധാന്യമുള്ളതായിരിക്കും. രാമായണം പോലെയുള്ള പുരാണ കഥകളുടെ പശ്ചാത്തലവും സാഹസികതയും ഒത്തുചേർന്ന ഒരു ഇന്ത്യാന ജോൺസ് സ്റ്റൈൽ ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഹേഷ് ബാബു ഈ ചിത്രത്തിനായി നടത്തിയ ശാരീരിക മാറ്റങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വർഷങ്ങളോളം നീളുന്ന തയ്യാറെടുപ്പുകൾക്കും ചിത്രീകരണത്തിനും ശേഷം പുറത്തിറങ്ങുന്ന രാജമൗലി ചിത്രം എന്ന നിലയിൽ വാരണാസിക്ക് മേൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. ലോക സിനിമയുടെ തന്നെ ശ്രദ്ധാകേന്ദ്രമായ രാജമൗലി തന്റെ ഓരോ സിനിമയിലൂടെയും പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയാണ്. ഈച്ചയുടെ പുനർപ്രകാശനം 2026 നടക്കുമ്പോൾ അത് ആ പഴയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കാൻ മാത്രമല്ല, മറിച്ച് ഒരു പുതിയ തലമുറയിലെ പ്രേക്ഷകർക്ക് മുന്നിൽ തെന്നിന്ത്യൻ സിനിമയുടെ ക്രിയേറ്റിവിറ്റി തെളിയിക്കാനുള്ള അവസരം കൂടിയാണ്. ഡിജിറ്റൽ യുഗത്തിൽ സിനിമയുടെ റീ റിലീസുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഈ സാഹചര്യത്തിൽ 3D സാങ്കേതിക വിദ്യയോടെ എത്തുന്ന ഈച്ച തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.